ചേരിങ്കൽ എന്ന പ്രദേശത്തിൻ്റെ സമീപത്തുള്ള കൊച്ചുചെങ്ങരം പാടശേഖരമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഇവിടെ നെൽകൃഷി മുടങ്ങിയിട്ട് പല ന്യായങ്ങൾ പറഞ്ഞാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നെൽകൃഷി മുടങ്ങിയതിനെ തുടർന്ന് ഇവിടെ സ്ഥിരമായിട്ട് ഉപ്പുവെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പം ഈ ഉപ്പിൻ്റെ കാഠിന്യം കൊണ്ട് നെൽകൃഷി ഇല്ലാതായെന്ന് മാത്രമല്ല, ഈ പ്രദേശത്ത് പാടവരമ്പുകളിലും പുരയിടങ്ങളിലും വളരെ സമൃദ്ധമായി വിളഞ്ഞിരുന്ന പച്ചക്കറി വിളകൾ, പ്രധാനമായിട്ട് വനിതകളാണ് അത് കൃഷി ചെയ്തിരുന്നത്, അത് പൂർണ്ണമായിട്ട് നശിച്ചു. അതോടൊപ്പം തന്നെ ഈ ഉപ്പ് ഭൂമിയിൽ കടിച്ചു പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കെട്ടിടങ്ങളിൽ ഈ കാപ്പിലറി ആക്ഷൻ വഴി ഈ ഉപ്പ് മേളിലേക്ക് കയറി വരികയും ഉപ്പിലെ ജലാംശം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും, മോയ്സ്ചറിലെ ജലാംശം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസ്, പരലുകൾ കെട്ടിടത്തിൻ്റെ സിമെൻറ്റിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനെ വ്യാപകമായി ഇത് കൂടി വന്നതിനെ തുടർന്നാണ് ആളുകൾ ഈ പാടശേഖരത്തിൽ അവർക്ക് വസ്തുവില്ല, നിലമില്ല, പക്ഷെ അവർ അതിൻ്റെ കെടുതികൾ മുഴുവൻ അവരാണ് അനുഭവിക്കുന്നത്. അപ്പം അതിനെതിരെയാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ രൂപീകരിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ കൊച്ചുചെങ്ങരം പാടശേഖരത്തിലെ പാടശേഖര സമിതി വെള്ളം പറ്റിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ ഇതിൻ്റെ ഇറിഗേഷൻ വകുപ്പ് കൃഷിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള കൾച്ചറ, കുട്ടനാടൻ പാക്കിൻ്റെ കൾച്ചറ ഏതാണ്ട് ഒരു 10 മീറ്റർ നീളത്തിൽ ദുർബലപ്പെടുത്തുകയുണ്ടായി. ആ കൾച്ചറ ദുർബലപ്പെടുത്തിയോടുകൂടി അതിലൂടെ പുറം കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി ഈ പുരയിടങ്ങളെല്ലാം സ്ഥിരമായി പ്രശ്നമായിരുന്നു. അപ്പം നമ്മൾ ഇത് അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കൃഷിമന്ത്രി മുതൽ കൃഷി അസിസ്റ്റൻ്റ് വരെയുള്ള എല്ലാ ആളുകളുടെ അടുത്ത് എത്തിക്കുകയും അതിനെ തുടർന്നാണ് സർക്കാർ ഇടപെട്ട് അവർ നടപടികളെടുക്കുകയും ഇറിഗേഷൻ വകുപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്, വസ്തുവാണ്, സ്വത്താണ് നഷ്ടപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് അവർ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു പോലീസ് വഴി. അങ്ങനെയാണ് ഈ ആ കൾച്ചറ പുനർനിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ കൾച്ചറ ആരാണോ ദുർബലപ്പെടുത്തിയത് അവരെ കൊണ്ട് തന്നെ അത് പുനർനിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ചെയ്തതുകൊണ്ടാണ് വെള്ളം തള്ളിക്കയറ്റം ഒരു പരിധിവരെ തടയാൻ പറ്റിയത്.